ഒരു രാത്രിയിൽ സഹാബിയായ ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ കുതിര അസ്വസ്ഥനായി കാലിട്ടടിക്കാൻ തുടങ്ങി. അദ്ദേഹം ഖുർആൻ പാരായണം നിർത്തി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുതിര കാലിട്ടടിക്കുന്നതും നിർത്തി. രണ്ടാമതും അദ്ദേഹം ഖുർആൻ പാരായണം ആരംഭിച്ചു. മുന്നോട്ടു പോയപ്പോൾ വീണ്ടും കുതിര അസ്വസ്ഥനാകുന്നു. മൂന്നാമതും അവിടുന്ന് ഖുർആൻ പാരായണം തുടർന്നപ്പോൾ വീണ്ടും കുതിര അത് ആവർത്തിച്ചു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തൻ്റെ മകനും യഹ്യയും അവിടെ ഉണ്ടായിരുന്നു. യഹ്യയെ കുതിര ചവിട്ടുമോ എന്ന് ഭയന്നപ്പോൾ അദ്ദേഹം ഖുർആൻ പാരായണം നിർത്തി സന്ദർഭമെല്ലാം നിരീക്ഷിച്ചു. പുറത്തിറങ്ങി അവിചാരിതമായി ആകാശത്തേക്ക് നോക്കിയപ്പോൾ മേഘം പോലുള്ള ഒരു വസ്തുവും അതിനുള്ളിൽ നിറയെ വിളക്കുകൾ പോലെയുള്ള പല കാര്യങ്ങളും കാണുകയുണ്ടായി. ഈ അനുഭവം പിറ്റേ ദിവസം ഉസൈദ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയി വിവരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുദൈറിൻ്റെ മകനെ, അത് മാലാഖമാരാണ്. നിന്റെ ഖുർആൻ പാരായണം ശ്രവിക്കാൻ വേണ്ടി അവർ താഴെ ഇറങ്ങി വന്നതാണ്. നീ പ്രഭാതം വരെ ഖുർആൻ പാരായണം തുടരുകയായിരുന്നുവെങ്കിൽ അത് എല്ലാവർക്കും കാണാൻ കഴിയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ അതിൻ്റെ എല്ലാ അക്ഷരങ്ങളും സൂക്ഷിച്ചുകൊണ്ട് യഥാവിധി പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കുവാനും മലക്കുകൾ പോലും അത് ശ്രവിക്കുന്ന രൂപത്തിലേക്ക് ഉയരുവാനും നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പുണ്യം വിശുദ്ധ ഖുർആനിലൂടെ കരഗതമാക്കുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.